ഹലോ മലയാളി മക്കളെ, അപ്പോൾ ഇന്നത്തെ ടാസ്കിൻ്റെ ബാലൻസ് ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിങ്ങനെ കണ്ടിന്യൂറ്റി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിരാവിലെ നമ്മുടെ ആനന്ദി എല്ലാ സാധനങ്ങളും മോഷ്ടിക്കുകയാണ് കേട്ടോ. അത് ബെല്ല് മോഷ്ടിക്കുന്നുണ്ട്, ഫയൽ മോഷ്ടിക്കുന്നുണ്ട്, അങ്ങനെ കുറേ ആണുങ്ങളുടെ ചെരുപ്പ്, അങ്ങനെ കുട്ടി കുട്ടി സാധനങ്ങളെല്ലാം മോഷ്ടിക്കുകയാണ്. അപ്പം നമ്മുടെ മഞ്ചരി വന്നിട്ട് പറയണേ, എൻ്റെ ഫയലും ഒന്നും കാണുന്നില്ല, ആരാ എടുത്തതെന്ന് അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആനന്ദിയെ നോക്കുന്നുണ്ട്. പക്ഷെ ആനന്ദി ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ ഇരുന്ന് കാണിക്കുകയാണ് കേട്ടോ. അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് എന്താണ് ബെല്ല് വരെ അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അത് ഗാർഡൻ ഏരിയ തന്നെയാണ് വെക്കുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നീട് വന്നിട്ട് കുക്കിംഗ് ഏരിയ വന്നിട്ട് ടീച്ചേഴ്സിനോട് സ്റ്റാഫ്സിനോടെല്ലാം ആരോട് പറയുകയാണ്, ആരോ മോഷ്ടിക്കുന്നുണ്ട് സാധനങ്ങളെല്ലാം, നമുക്ക് കണ്ടുപിടിക്കണം, ഇതിങ്ങനെ തുടർന്നാൽ പറ്റത്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഏറ്റവും അവസാനം നമ്മുടെ ജെഫ്രി വന്നിട്ട് ബെല്ല് കണ്ടുപിടിക്കുകയാണ്. അടുത്തത് വന്നിട്ട് മോർണിംഗ് ആക്ടിവിറ്റിയാണ് കേട്ടോ. അതായത് ടീച്ചേഴ്സ് അസസ്മെൻറ്റ്, അതായത് അവരെ പറ്റി ഒരു ഫീഡ്ബാക്ക് സ്റ്റുഡൻസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക് കൊടുത്തിരുന്നത്. സത്യം വന്നിട്ട് പറയുന്നത് പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ബാക്ക് ബോൺ ആണ് നമ്മുടെ ഒരു സ്കൂളിൻ്റെ. പക്ഷേ പല സമയത്തും വാക്കുകൾ വിട്ടുപോകുന്നു എന്ന് പറയുന്നുണ്ട്, അത് അതിര് കടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. റിയ വന്നിട്ട് പറയുന്നുണ്ട്, കുറച്ച് പേരെ പണമുള്ളവരെ ആ രീതി കാണുന്നു, പണമില്ലാത്തവരെ വേറൊരു രീതി കാണുന്നു, എല്ലാവരെയും ഒരേപോലെ ഈക്വലായിട്ട് കാണണം, അതായിരിക്കണം പ്രിൻസിപ്പൽ എന്ന് പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ റാണവ് വന്നിട്ട് പറയുന്നുണ്ട്, പ്രിൻസിപ്പൽ പണമുള്ളവരെയും പണമില്ലാത്തവരെയും വേർതിരിച്ച് കാണുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരെല്ലാം കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ദീപക് വന്നിട്ട് മോറൽ കുറച്ചും കൂടെ നന്നാക്കണം, കുറച്ച് ഞങ്ങൾ പറഞ്ഞു തരണം, അവിടെ നിന്നും കുറച്ച് പഠിക്കണം എന്ന് പറയുന്നുണ്ട്. മുത്തുക്കുമാർ വന്നിട്ട് പറയണം, വാച്ച്മാൻ, ഇതേപോലത്തെ ഒരു വാച്ച്മാൻ ഞാൻ കണ്ടിട്ടില്ല, ഭയങ്കര നന്നായിട്ട് സംസാരിക്കും, പക്ഷേ അങ്ങനത്തെ നോട്ടമാണ് ശരിയല്ലാത്തത് എന്ന് പറയുന്നുണ്ട്. തർഷിക വന്നിട്ട് പറയാണ്, അതായത് നമ്മൾ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പം ഓരോ ടീച്ചർ വരണം, ക്ലാസ് നടത്തുന്ന ടീച്ചറാണ്, ഇത് വൈസ് പ്രിൻസിപ്പൾ, പ്രിൻസിപ്പൾ, വാച്ച്മാൻ, അങ്ങനെ എല്ലാവരും കൂടെ ആ ക്ലാസ്സിലേക്ക് വരുവാണ്. ടീച്ചർ പാഠം എടുക്കുന്നുണ്ട്, ആ ടീച്ചർ മാത്രമേ ക്ലാസ്സിലുണ്ടാവാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. പവിത്ര വന്നിട്ട് പറയാണ്, ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ മാനേജ്മെൻറ്റ് നോക്കുന്നേ എന്ന് പറയുന്നുണ്ട്. അതിപ്പോൾ രഞ്ജിത്ത് വന്നിട്ട് പറയണം, നിങ്ങൾ ഇപ്പോൾ ഇതുവരെ ക്ലാസ് തുടങ്ങിയിട്ടില്ല, എപ്പോഴാണ് ക്ലാസ് തുടങ്ങി, ഇനി ക്ലാസ് തുടങ്ങുന്നില്ലെങ്കിൽ ഞാൻ തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കോമഡിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. എന്തിനാ ഈ സ്കൂളിൽ വൈസ് പ്രിൻസിപ്പൾ എന്ന് ചോദിക്കുമ്പം നമ്മുടെ പ്രിൻസിപ്പളായിട്ടുള്ള വർഷിണി കൈ തട്ടുവേ, അപ്പോഴത്തേക്ക് പിന്നെയും പറഞ്ഞു വരികയാണ്, എന്തിനാ ഒരു പ്രിൻസിപ്പൾ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് വർഷിണി ഒരുമാതിരി ആകുകയാണ്. അപ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് വന്നിട്ട് വിശാൽ വന്നിട്ട് പറയണം, പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും നല്ലതാണ്, കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിപ്പോൾ റേയാൻ പറയാണ്, മോറൽ ടീച്ചർ നല്ലതാണ്, വാച്ച്മാൻ നല്ലതാണ്, പ്രിൻസിപ്പൾ നല്ലതാണ്, വൈസ് പ്രിൻസിപ്പളൊക്കെ നല്ലതാണ്, നല്ല സ്കൂൾ മാനേജ്മെൻ്റ് ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് വന്നിട്ട് ബിഗ് ബോസ് പറയാണ്, ആൺകുട്ടികൾ ക്ലീൻ ഷേവ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വർഷിണി ഉണ്ട് അത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആൺകുട്ടികളെല്ലാം ക്ലീൻ ഷേവ് ആക്കുകയാണ് കേട്ടോ. പിന്നീട് വേണ്ടത് നമ്മുടെ റിയയും തർഷികയും കൂടെ ഒരു ലെറ്റർ എഴുതുകയാണ് പ്രിൻസിപ്പളിന്. വൈസ് പ്രിൻസിപ്പൾ എന്ന നിലയിലാണ് എഴുതി കൊടുക്കുന്നത്, എന്നിട്ട് അത് പ്രിൻസിപ്പൾ വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മുടെ സത്യയും പവിത്രയും വഴക്കാണ്. അവരതിനകത്തൊരു ലവേഴ്സ് രീതിയിലാണല്ലോ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അവർ ഭയങ്കര വഴക്കാണ്. പിന്നീട് വന്നിട്ട് ഡെയിലി ടാസ്ക് ആണ് കേട്ടോ, അതായത് നോമിനേഷൻ ഫ്രീ ടാസ്ക്. അതിൽ നമ്മുടെ ഗാർഡനിൽ ഒരു നെറ്റ് വെച്ചിട്ടുണ്ടാവും, നെറ്റിൻ്റെ ഒരു ബാസ്ക്കറ്റ് ഉണ്ടാവും, അതിനകത്ത് ബോൾസ് ഉണ്ടാവും, 2 കളറ്, ഒന്ന് ഗേൾസിനുള്ളത് റെഡും ബോയ്സിന് നീലയും ഉണ്ടാകണം. എന്നിട്ട് അതിനൊരു സ്റ്റിക്കും വെച്ചിട്ടുണ്ട്, ഒരു 4-5 സ്റ്റിക്കും വെച്ചിട്ടുണ്ട്. ആ സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ പൊക്കി വലയ്ക്കകത്തൂടെ പൊക്കി വെളിയിൽ കൊണ്ടുവരണം, അതാണ് ടാസ്ക്. ആണുങ്ങളിൽ നിന്ന് ദീപക്, റാണവ്, വിശാൽ, സത്യ, മുത്തുകുമാർ വന്നു. പെണ്ണുങ്ങളിൽ നിന്ന് സൗന്ദര്യ, പവിത്ര, സാചന, റയാൻ, റിയ, ഇത്രയും പേരാണ് വന്നത് കേട്ടോ. ഏറ്റവും ഒടുവിൽ പെൺകുട്ടികളാണ് ജയിച്ചിരിക്കുന്നത് ആദ്യത്തെ ടാസ്ക്. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് തുള്ളിച്ചാടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് വന്നിട്ട് നമ്മുടെ ബിഗ് ബോസ് ദീപക്കിനെ വിളിക്കുകയാണ്, എങ്ങനെയുണ്ട് സ്കൂൾ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ, കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു, ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല, നിങ്ങൾക്കായിട്ട് ഒരു ടാസ്ക് തരാൻ, സ്റ്റുഡൻസ് മാത്രമേ അറിയാവുള്ളൂ, വേറൊന്നും ആരും അറിയരുത്, അതായത് മൊത്തം വഴക്കായിരിക്കണം, അവിടെ ഇവിടെയൊക്കെ വഴക്കായിരിക്കണം, അത് അവർ മാനേജ് ചെയ്യുന്ന രീതി അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങളോട് ഇങ്ങനത്തെ ഒരു ടാസ്ക് പറയുന്നത് പറഞ്ഞാൽ. അതിനനുസരിച്ച് ഇവർ വഴക്കുണ്ടാക്കുകയാണ്. ആദ്യമേ നമ്മൾ ഒരു രാത്രിയിൽ കലാപരിപാടി നടക്കുകയാണ്, അതിൻ്റെ ഇടയിൽ നമ്മുടെ റാണവും പവിത്രയും കൂടെ മാറി നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് സത്യ ഓൾറെഡി പവിത്രയുടെ ലവറാണല്ലോ, അപ്പോൾ എന്തിനാ സംസാരിക്കുന്നത് പറയുന്നു, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നു, സൗന്ദര്യം വരുന്നു, അങ്ങനെ എല്ലാവരും കൂടെ ഇതിനകത്ത് വഴക്കുണ്ടാക്കുകയാണ്.
കാരണം ഇതിനകത്ത് നമ്മുടെ സൗന്ദര്യയും റയാനും കൂടെ ഇങ്ങനെ അടുത്തൊക്കെ ഇരിക്കുന്ന അവർ 2 ഫ്രണ്ട്സായിട്ടാണ്. അപ്പം അവരെയും ലവേഴ്സ് എന്ന രീതിയിൽ കാണുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വിശാൽ വേറെ 2-3 പെണ്ണുങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ച് പറയുമ്പോഴത്തേക്ക് അവിടെ ഭയങ്കര വഴക്കോലെ ക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മുടെ മാനേജ്മെൻറ്റായ ഭയങ്കര ചൂടിലാണ്. മഞ്ജരി കരയുന്നുണ്ട്, ജാക്ലിൻ കരയുന്നുണ്ട്. അതിൽ ഇനി ഇതുവരെ തീർന്നിട്ടില്ല. ആ ടാസ്ക് അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം. നാളെ ചിലപ്പോൾ മേ ബി തീരാം. നാളെ വ്യാഴാഴ്ചയാണല്ലോ, തീരാൻ ചാൻസ് കൂടുതലാണ്. വീക്കിലി ടാസ്ക്കാണ്. അപ്പോൾ ഇന്ന് ഇത്രയായിരുന്നു എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. ബാക്കി നമുക്ക് നാളെ കാണാം കേട്ടോ.